നെടുമങ്ങാട് പനവൂർ സ്വദേശിയായ ബിന്ദു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടതാണ്. വീട്ടുജോലിക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോൾ അവിടെ മോഷണ കുറ്റത്തിൻ്റെ പേരിൽ ബിന്ദുവിനെതിരെ ആ വീട്ടുകാർ പരാതി കൊടുത്തു. ഈ ഏജൻസി മുഖാന്തരം ബിന്ദു ഇങ്ങനെ ഓരോ സ്ഥലത്തും ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇങ്ങനെ ഓരോ വീടുകളിലായിട്ടാണ് പോണത്. അമ്പലമുക്ക് ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ ബിന്ദു ജോലിക്ക് പോവുകയും അവിടെ ജോലിക്ക് പോയിട്ട് മൊത്തം 4 ദിവസമേ ആയുള്ളൂ. ഈ 4 ദിവസത്തിനിടയിൽ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്നും ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിൽ നിന്നും ഒരു 2.5 പവൻ്റെ മാല കാണാനില്ലാതായി എന്ന് ആ സ്ത്രീ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. ഇത് ബിന്ദുവാണ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തത്. ഈ ബിന്ദുവിന് 2 പെൺകുട്ടികളാണ്. അവരിതുപോലെ കഷ്ടപ്പെട്ട് ഓരോ പ്രാവശ്യം ഈ ഏജൻസി മുഖാന്തരം ഓരോ വീടുകളിൽ പോയാണ് പണി ചെയ്യുന്നത്. അത് ഈ സംഭവം നടക്കുന്നത് 23-ാം തീയതിയാണ് മാല കാണാതെ പോകണം. 19-ാം തീയതി മുതൽ ജോലിക്ക് പോയി. അത്രയ്ക്കുള്ള ദിവസമേ ഉള്ളൂ. അപ്പോൾ 23 19, 20, 21, 22, 23-ാം തീയതി 23-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സ്ത്രീ പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് വിളിക്കുകയും അവരവിടെ ഹാജരായി. എന്നപ്പോൾ ഇവരെടുത്ത് ഇവർ പറയുന്നുണ്ട്, ഒരു വല്ലാത്തൊരു പെരുമാറ്റ രീതിയായിരുന്നു. അടിച്ചില്ല, പക്ഷേ ചോദ്യം ചെയ്തു. 3-4 വനിതാ പോലീസും അതുപോലെ അല്ലാതെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തെന്ന് പറയുന്നു. ഒരു ഭയങ്കര കരച്ചിലായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ഒരു കുറ്റം ചെയ്ത് എന്ന് പറഞ്ഞ് മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമായിരുന്നു. അപ്പോൾ ഇവർ വരുന്നില്ല എന്ന് ജോലിക്ക് അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ നിർബന്ധിച്ച് നീ തന്നെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. അപ്പോഴേ ബിന്ദു പോയായിരുന്നു. പേരൂർക്കട സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. സ്റ്റേഷനിൽ ഭക്ഷണം പോലും ഒരു ദിവസം ബിന്ദുവിന് കൊടുത്തില്ല. വസ്ത്രം അഴിച്ചൊക്കെ നോക്കി എന്നുള്ള രീതിക്ക് ബിന്ദു പറയുന്നുണ്ട്. ബിന്ദു എന്ന് പറയുന്നത് ദളിത് കുടുംബത്തിലുള്ളതാണ്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ ഈ കുട്ടികളെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും കുട്ടികളെ പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ട് ഇടുമെന്നൊക്കെ പറഞ്ഞെന്ന് പോലീസ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പേരൂർക്കട പോലീസിനെതിരെ നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവാണ് പരാതി നൽകിയിരിക്കുന്നത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാതായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് ബിന്ദു പറയുന്നു. വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും പെൺമക്കളെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. എന്നാൽ മാല വിവസ്ത്രയാക്കി എന്നൊക്കെ പറയുമ്പോൾ, വിവസ്ത്രയാക്കി പരിശോധിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരിതാണ്. വീട്ടിൽ നിന്ന് തന്നെ ഉടമയ്ക്ക് ലഭിച്ചു. ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് സ്വർണം കിട്ടി. അതിനുശേഷം കേസൊക്കെ കൊടുത്ത് ഇത്രയും ഈ സ്റ്റേഷനിൽ സംഭവം നടന്നതിന് ശേഷം അവിടെ സ്വർണം കിട്ടി. എന്നിട്ട് അവർ കിട്ടിയതായിട്ട് പോലും പോലീസിനെ അറിയിച്ചായിരിക്കും, പക്ഷേ ബിന്ദുവിനെ അറിയിച്ചില്ല. ബിന്ദുവിൻ്റെ ഭർത്താവ് അങ്ങനെ എങ്ങാണ്ടാണ് ബിന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ഇതുപോലെ സ്വർണം കിട്ടി. അപ്പോഴും ഈ പെൺകുട്ടി എന്തുമാത്രം അപമാനം സഹിച്ചിട്ടുണ്ടാവും. അതാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവർ SIയുടെ അടുത്തിരിക്കണം. SI പറഞ്ഞു ഇവരെ മാല കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം, അങ്ങോട്ട് നീങ്ങിയിട്ടടിയെന്ന് പറഞ്ഞു. അപ്പം ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള് പരിശോധിച്ച്, പിന്നെ ഒരു വനിതാ പോലീസിൻ്റെ റൂമിൽ കൊണ്ടുപോയി എന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് ഇത്തിരി ചീത്ത പറഞ്ഞു. അവർ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോവുകയും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാൻ. വീണ്ടും അവിടെ പോലീസിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മാല കൊടു നിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞു അത് അവർ ആരെയും കൂടെയൊക്കെ ഇറങ്ങി അങ്ങ് പൊക്കോളും, നിന്നെ ജയിലിൽ നിന്ന് വിടത്തുമില്ല, പിന്നെ നാട്ടുകാർ എന്നെ സ്വീകരിക്കുകയില്ല, എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞു. മക്കളെ കാര്യം പറഞ്ഞ് എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ബിന്ദുവിന് വിഷമമുണ്ട്. എൻ്റെ മക്കൾ ഇതറിയുമ്പോൾ ഉള്ള അവസ്ഥ, മക്കളത് ആരുടെയെങ്കിലുമൊക്കെ ഇറങ്ങി അങ്ങ് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. 17 അതിൽ താഴ്ന്ന ഒരു മോളും ഉണ്ട്. കഷ്ടം. ഭർത്താവ് കളഞ്ഞിട്ട് പോയാലും വേറെ കല്യാണം കഴിച്ചോളും. അവർ അടിക്കാനൊക്കെ വന്നു. ഭക്ഷണം 1 ദിവസം എനിക്ക് തന്നിട്ടില്ല. ബിന്ദുവിന് ആ രീതിയിൽ മാനാപമാനം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും പോലീസുകാർ ഉത്തരവാദികളായിരിക്കും. എന്താണ് പറയുന്നത് ബിന്ദു? ഈ മാല ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയോ? അതായത് ബിന്ദുവിനെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്യുക മാത്രമല്ല പീഡിപ്പിച്ചുവെന്ന് ബിന്ദു ഒരു പരാതി പറയുന്നു. മാല വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു അല്ലേ?
ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ ബിന്ദു ഓരോ വീട് തോറും ഈ ഏജൻസി മുഖാന്തരം ജോലിക്ക് പോകും. പക്ഷേ ഇന്നേ വരെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവരെവിടെയെങ്കിലും ആ സ്ത്രീ കൊണ്ടുവച്ച് മറന്നതായിരിക്കും. ഡാനിയേല ഡീനിയേല എന്നൊക്കെ പറയണ അവർ എവിടെയോ കൊണ്ടുവച്ച് മറന്നതാണ്. എന്നിട്ട് അത് ഈ ബിന്ദുവിൻ്റെ തലയിൽ കെട്ടിവെച്ച് എന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെ മോഷണത്തിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ട് പോണത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെയാണ് ഇത് ഈ ബിന്ദുവിൻ്റെ തലയിൽ കെട്ടിവെച്ചത്. അപ്പോൾ ഇതിന് ബിന്ദു ഇപ്പം മുഖ്യമന്ത്രിക്കും അവിടെ 2-3 സ്ഥലത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ ഒരുപാട് അപമാനങ്ങൾ സഹിച്ച് വിവസ്ത്രയാക്കി എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ പരിശോധിച്ച് ഫുഡ് കൊടുത്തില്ല, ഫുഡ് കൊടുക്കാതെ 1.5 ദിവസവും കണ്ട പട്ടിണി ഇട്ട് എന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. ബിന്ദു അറിയാത്ത കാര്യമാണ്. ഇപ്പം മോഷ്ടിക്കാത്ത ഒരാൾ മോഷ്ടിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. മക്കള് അവൻ്റെ കൂടെയെങ്കിലും പോട്ട് എന്നുള്ള രീതിക്ക് പോലീസ് പറഞ്ഞെന്നാണ് പറയണത്. അല്ല, ഭർത്താവ് വേറെ കല്യാണം കഴിക്കും എന്നെ അവള് കള്ളിയായി മാറി. അപ്പം നീ ജയിലിൽ, അപ്പം ഭർത്താവ് ഇനി വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞെന്നും ഈ ബിന്ദു പറയുന്നുണ്ട്. പോലീസിന് നേരെയൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കള്ളി എന്നുള്ളൊരു പേര് ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ മുദ്ര കുത്തുന്നത്. സാധനം കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഇത് ആ ബിന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് മായൂല. അപ്പം ആ ഒരു പേരെന്തായാലും കിട്ടിക്കഴിഞ്ഞ് അതുകൊണ്ടുള്ള വേദന അത് ജീവിതകാലം മുഴുവനും കിട്ടും. അതുപോലെ തന്നെ ആ മക്കൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നാലും നിൻ്റെ അമ്മയെ എന്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള ഒരു വിഷമം ആ കുട്ടികൾക്ക്, അതുപോലെ ആ ഭർത്താവിനും. ബിന്ദു ഇങ്ങനെ ഇറങ്ങിപ്പോയാണ് കൊണ്ടുവന്ന് അന്നത്തിന് വല്ലതാ കഴിക്കണത്, ആ മക്കളെ നോക്കണത്. അതുപോലെ ഭർത്താവ് ഇറങ്ങിപ്പോവുമായിരിക്കും. ഒരു വീട്ടിൽ ചെന്ന് വീട്ടുജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്താലാണ് ഇച്ചിപ്പൂലം വല്ലതാ ചിലപ്പം ഒരു നേരം തിന്നാനും കൊടുക്കും. അതുപോലെ ഇച്ചിരി പൈസയും കൊടുക്കും വരാൻ നേരത്ത്. അവരെ വീട്ടിലുള്ള അഴുക്കും പുഴുക്കും മൊത്തം കഴുകിയാണ് അത് കിട്ടണത്. അങ്ങനെ പോയി കൊണ്ടുവരുന്ന ഒരു സ്ത്രീയെ അപമാനിച്ചെന്ന് പറയുമ്പോൾ അത് താങ്ങാൻ പറ്റൂല. ബിന്ദുവിനെ അത് ഓർമ്മിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത്. അവർക്കും ഉണ്ട്, അവർക്ക് ഈ ജോലി ചെയ്യണമെന്നും പറഞ്ഞും കൊണ്ട് അവർക്ക് ഒരു അഭിമാനം ആണ് ഈ വീട്ടുജോലി എന്ന് പറയണത്. അപ്പം അവരെ കള്ളിയായിട്ട് മുദ്ര കുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതമാർഗത്തിന് വേണ്ടി നേരം വെളുത്ത് അവരെ വീട്ടിൽ പെടാപ്പാടൊരുക്കി മക്കളെയും സ്കൂളിൽ പറഞ്ഞു വിട്ട് അവരെ വീട്ടിൽ തട്ടിപ്പറക്കിയൊക്കെ ഒതുക്കി വേവിച്ചൊക്കെ ആയിരിക്കും അവർ ഇറങ്ങണം. വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യണം. എന്തിനാണ് അവരെ വയറ്റിപ്പഴപ്പിന്, ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോഴിങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഈ നിൽക്കണ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് മറന്നതായിരിക്കും. അങ്ങനെയൊന്നും കള്ളിയാക്കരുത്. അതുപോലെ ആ സ്ത്രീ പറഞ്ഞ തൊട്ട് ശരിയായില്ല. ഈ സാധനം കിട്ടിയിട്ട് പോലും ബിന്ദുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു വാക്ക് വിളിച്ച് പറയേ, അല്ലെങ്കിൽ അവർ മാപ്പ് ചോദിക്കാനുള്ളതാണ്, ക്ഷമ ചോദിക്കണമായിരുന്നു. ഇവരിതൊന്നും ചെയ്തിട്ടില്ല. സ്ത്രീ ബിന്ദുവിൻ്റെ അടുത്ത് വേറെ ആരോണ് പറഞ്ഞ സാധനം കിട്ടിയെന്ന്. അപ്പം ഈ ബിന്ദുവിനെ അപമാനിച്ചതിനും എല്ലാത്തിനും അതിൻ്റെയൊക്കെ രീതിക്ക് ബിന്ദു കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പാവങ്ങളാണ്, കഷ്ടം. ഈ അപമാനം ഏറ്റത് ഇനിയിപ്പോൾ എന്നായാലും അത് അപമാനം ഏറ്റത് തന്നെയാണ്. ഇങ്ങനെയൊന്നും ആരെയും ഒന്നും പറയരുത്. വീട്ടുജോലിക്ക് നിർത്തണവരായിരുന്നാലും അവരെ വേറൊരു കണ്ണുകൊണ്ട് കാണരുത്. അപ്പോൾ വിചാരിക്കുക ആ വീട്ടിൽ ജോലിക്ക് നിർത്തണവർ വിചാരിക്കും അവൾ അഴുക്കും പുഴുക്കും കഴുകാൻ വന്നതല്ലേ എന്നൊക്കെ. ഒരു വീട്ടുജോലിക്കാരിക്ക് അഭിമാനമുണ്ട്.